ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു വെണ്ടയ്ക്ക വെച്ചുള്ള ഒരു പുളിങ്കറിയുടേതാണ്. അതായത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അപാര ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 10-12 വെണ്ട ഇതേ വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, നല്ല കഴുകി വൃത്തിയാക്കിയിട്ട്. ഇനി അതിലേക്ക് വേണ്ട ഒരു 15ഓളം ചുവന്നുള്ളി കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 7 വെള്ളുള്ളി കട്ട് ചെയ്ത ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു ഫ്രൈ പാൻ അടുപ്പത്തേക്ക് വെച്ചു. അതിലേക്ക് ഒരു 3/4 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തു. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ആ വെണ്ട നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം, അതിൻ്റെ പശയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിയാവുന്നതാണ്. അപ്പോൾ നമ്മളിതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 1-1.5 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി. ഏകദേശം ഈ ഒരു കണ്ടീഷനായി വരുന്ന സമയത്ത് അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി ഞാൻ അതേ പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി നമ്മളൊരു കടായി അടുപ്പിലേക്ക് വെക്കുക. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിലൊന്ന് ചൂടായി വരട്ടെ. ഇനി അതിലേക്ക് ഒരു 1/4 സ്പൂണിൽ പകുതി ഉലുവ, അത്ര തന്നെ കടുക്, അതിലെ പകുതി ചെറിയ ജീരകം. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് ഇപ്പോഴും വെക്കേണ്ടത്. അപ്പോൾ ജീരകവും ഉലുവയും നിർബന്ധമായിട്ട് ചേർക്കുക. അതൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ ചുവന്നുള്ളി കട്ട് ചെയ്തതും വെള്ളുള്ളി കട്ട് ചെയ്തതും ചേർത്ത് കൊടുത്തു. നല്ലതുപോലെ ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതുകൂടി ചേർത്ത് വഴറ്റുക. ഏകദേശം ഒരു 2 മിനിറ്റോളം ഇതൊന്ന് വഴറ്റണം. ഇനി ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടി ഇപ്പോൾ ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് നമ്മൾ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി നമ്മൾ ഈ വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്ത് ചേർത്താൽ മതി. തക്കാളി ചേർത്ത് നമ്മൾ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരുപാട് അങ്ങോട്ട് വഴന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല, ഈ കണ്ടീഷൻ ആയാൽ മതി. ഇപ്പോൾ നമ്മൾക്ക് അതിൻ്റെ ഫ്ലെയിം കുറച്ചിട്ട് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാറുണ്ട്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം, 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും, ഒരു 3/4 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയാണ്. അപ്പോൾ സാമ്പാർ പൊടി നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊരു തമിഴ്നാടൻ സ്റ്റൈല് പുളിങ്കറിയാണ്, എല്ലാവരും ഇഷ്ടപ്പെടും. ചോറിന് നല്ല ടേസ്റ്റാണ്. പൊടികളുടെ പച്ചമണമൊന്ന് മാറി വരുന്ന സമയത്ത് ആ പുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പുളി നല്ലപോലെ ഒന്ന് ചേർത്ത് കൊടുക്കണം, പുളിങ്കറിയാണല്ലോ. ഇനി അതിൽ ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ഇപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് അടച്ചു വെച്ചൊരു 3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ആ മസാലയൊക്കെ ഒന്ന് ശരിക്കും ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. 3 മിനിറ്റ് കഴിഞ്ഞ് ദയമാതിരി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾക്ക് അതിലേക്ക് വെണ്ട ചേർത്ത് കൊടുക്കാം. വെണ്ട ചേർത്ത് ഒന്നുകൂടി നല്ലതുപോലെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ മഴക്കാലത്ത് കഴിക്കാൻ നല്ല രുചിയാണ്. വെണ്ട ചേർത്തതിന് ശേഷം വീണ്ടും നമ്മളൊരു 3 മിനിറ്റ് കൂടി അത് തിളപ്പിച്ചെടുക്കുക. നേരത്തെ നമ്മൾ വഴറ്റിയ വെണ്ട ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. 3 മിനിറ്റ് തുറന്ന് നോക്കുമ്പോൾ നമ്മൾ കറി ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പാകം. വെണ്ടയൊക്കെ ശരിക്കും വെന്ത് വന്നു. ഇപ്പോൾ ഞാൻ അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്, അല്പം കുറവുണ്ട്. അല്പം കൂടി ഉപ്പ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് സ്പെഷ്യലായിട്ട് ശർക്കരയാണ്. ഒരു അച്ചിൻ്റെ ഒരു 1/4 ഭാഗം മാത്രം ശർക്കര അതേപോലെ ചേർത്ത് കൊടുക്കുക. അത് നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കുക, നല്ല രുചിയായിരിക്കും. ശർക്കര ചേർത്തതിന് ശേഷം ഒന്നുകൂടി തിളപ്പിച്ച് റെഡിയായി. അപ്പോൾ നമ്മൾ അടിപൊളി വെണ്ട പുളിങ്കറി ഇവിടെ റെഡിയായി. ഒരല്പം വെളിച്ചെണ്ണ കൂടി അതിൻ്റെ മേലെ തൂക്കി കൊടുത്ത് കുറച്ച് മല്ലിയിലയും കൂടി തൂക്കി കൊടുത്തപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റായി. അപ്പോൾ ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല രുചിയാണ്. 2-3 ദിവസം ഇത് കേടുകൂടാതെ തന്നെ നമുക്ക് ഇരിക്കുക. അപ്പോൾ മഴക്കാലത്ത് എന്തായാലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി അടച്ചു വെച്ചിട്ട് കുറച്ച് ചൂടാറിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. അപ്പോൾ ചൂടാറിയപ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതേപോലെ വെണ്ട പുളിങ്കറി വെക്കാത്തവർ എന്തായാലും ചെയ്ത് നോക്കുക, ഒരു തമിഴ്നാടൻ സ്റ്റൈൽ കറി. ഇപ്പോൾ ചൂട് ചോറിൻ്റെ കൂടെ ഇന്ന് നമ്മൾക്ക് ഈ ഒരു പുളിങ്കറിയുണ്ട്, പിന്നെ ഒരു മുട്ട പൊരിച്ചതുണ്ട്, പിന്നെ നമ്മൾക്കുള്ളത് വൻപയർ മെഴുക്ക് പുരട്ടിയാണ്. ഇപ്പോൾ സൂപ്പറായില്ലേ? വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.